السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت الحليم الحكيم. വളരെ സന്തോഷത്തോടു കൂടി ഈ വർഷവും ഖുർആൻ സ്റ്റഡി സെന്റർ നടത്തുന്ന റമദാൻ പ്രഭാഷണ വേദിയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സാധിച്ചിരിക്കുകയാണ്. ഖുർആൻ സ്റ്റഡി സെന്റർ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഖുർആൻ പഠന സെല്ലായിക്കൊണ്ട് ഇന്ന് ഖുർആൻ സ്റ്റഡി സെന്റർ മാറിയിരിക്കുകയാണ്. ഖുർആൻ നമുക്കെല്ലാം തന്നെ ഒരു വഴികാട്ടിയാണ്. നമ്മുടെ സൃഷ്ടിപ്പിൽ തന്നെ നമുക്ക് അല്ലാഹു നൽകിയ ഈ അനുഗ്രഹമായ ഒരു മുസ്ലിം ആയി ജനിക്കുക എന്നതുള്ള ഒരു ഭാഗ്യം, അതിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായി ജനിക്കുക എന്നുള്ളൊരു ഭാഗ്യം, അത് ഖുർആന്റെ അനുയായികളായി നമുക്ക് ജനിക്കാൻ കഴിഞ്ഞതാണ്. ഖുർആനെയും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെയും തുറന്നു കാണിച്ചപ്പോൾ അവർ അറിയാതെ അവരുടെ മനസ്സ് മാറിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അത് ആ ഒരു രീതി അത് നമ്മളിൽ നിന്നും അകന്നു പോകിയിരിക്കുകയാണ്. കാരണം നമുക്ക് ഖുർആനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. മുസ്ലിങ്ങളായ നമ്മൾ ഖുർആനെ മനസ്സിലാക്കുന്നതിന് വളരെ പിന്നോട്ട് പോയിരിക്കുകയാണ്. അത് മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള ഒരു ചിന്തയും നമുക്ക് വന്നിട്ടില്ല എന്നാണ്. ആ ഒരു രംഗത്ത് നിന്ന് നമ്മളിന്ന് മാറിക്കൊണ്ട് ഇന്ന് നമ്മുടെ സാധാരണ ഹൃദയങ്ങളിലേക്ക് നമ്മൾ ഖുർആൻ എത്തിച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ സംഘാടകരായ ഒരുപാട് സുഹൃത്തുക്കൾ യാതൊരു ലാഭവും ആഗ്രഹിക്കാതെ ഖുർആനെ നിലനിർത്തുന്നതിന് വേണ്ടി, ഇസ്ലാം ഇഖാമത്ത് ദീനിനു വേണ്ടി, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇവിടെ പോരാടുന്ന നമ്മുടെ സഹോദരങ്ങൾക്കും നേതാക്കൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടെ പോലെ നാളെ ജന്നാത്തുൽ നഈമിലും അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. ഈ നോമ്പിനെ അള്ളാഹു തൃപ്തിപ്പെട്ട അടിമകളാക്കി അള്ളാഹു നമ്മൾ മാറ്റട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. 12 മാസങ്ങളെ കൂട്ടത്തിൽ വെച്ച് പ്രധാനപ്പെട്ട മാസമാണ് പരിശുദ്ധ റമദാൻ. ഈ റമദാന്റെ ശ്രേഷ്ഠത വളരെയധികം നിങ്ങൾ മുമ്പ് തന്നെ പല മഹല്ലുകളിൽ നിന്നും നമ്മുടെ ഉസ്താദന്മാർ റമദാൻ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഉപദേശിച്ച് കേട്ട് അറിവുള്ളവരായിരിക്കും. പക്ഷേ മുസ്ലിം സമുദായത്തിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കാൻ ഇറക്കിത്തന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. ഈ പരിശുദ്ധ ഖുർആന് ഇറക്കപ്പെടുന്ന കാലത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായി. ഒരു ഓത്തുപള്ളിയിലോ എഴുത്തുപള്ളിയിലോ എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉസ്താദിന്റെ അടുത്തോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 40 വയസ്സിന്റെ ഇടയിൽ പോയിട്ടില്ല. ആ കാലത്ത് എഴുത്തും വായനയും അറിയുന്ന ആളുകൾ അറബികളുണ്ട്, നസാറാക്കളുണ്ട്, യഹൂദന്മാരുണ്ട്, മജൂസികളുണ്ട്. അവരെ ആരെയും അടുക്കലേക്ക് എഴുത്തും വായനയും പഠിക്കാൻ പോയിട്ടില്ല. അതാണ് ബഹുമാനപ്പെട്ട നബിയെ സംബന്ധിച്ച് എല്ലാവരും ചെറുപ്രായത്തിൽ തന്നെ പറയുന്നത് ഉമ്മിയായ നബി എന്ന്. ഉമ്മിയായ നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്ത് അറിയില്ല, എഴുതിയത് നോക്കി വായിക്കാൻ അറിയില്ല.
ഇതാണ് ഉമ്മിയായ നബി എന്ന് ചെറുപ്പകാലം മുതൽക്കേ നമ്മൾ മദ്രസയുടെ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചു പോരുന്നുണ്ട്. ഇത് പരിശുദ്ധ റമദാനാണ്. റമദാന്റെ ഓരോ രാത്രികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനെ തൊട്ട് രക്ഷപ്പെടുത്തി ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കയറ്റം കൊടുക്കുന്ന ആ മഹന്മാരെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മളെ കൂട്ടത്തിൽ അധികവും രോഗികളാണ്, മുൻകാലത്തെ മാതിരിയല്ല. ഈ രോഗത്തിന് സമാധാനം, അതിന് പരിഹാരമാർഗം ലാഹിറിൽ നമ്മൾ പല ചികിത്സകളും ചെയ്യുന്നുണ്ടെങ്കിലും അർഹമുറാഹിമീനായ തമ്പുരാനെ ഈ പരിശുദ്ധ റമദാന്റെ ബഹുമാനം കൊണ്ടിട്ട് ഞങ്ങളെയും ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്തെടുക്കുന്ന ആളുകൾക്കും അവരോട് ബന്ധപ്പെട്ടവർക്കും ഞങ്ങളുടെ രോഗങ്ങളെ നീ സുഖമാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടുകളിലും ആസ്പത്രികളിലും മറ്റുമൊക്കെ വട്ടം തിരിയുന്നതായിരിക്കുന്ന ഘടകങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. വേദിയിലിരിക്കുന്ന ഗുരുതുല്യരെ, ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഖുർആൻ ലേണിംഗ് സെന്റർ എത്ര പ്രഗത്ഭമായാണ് മാനവരാശിക്ക് കിട്ടിയ ഈ വരദാനത്തിന്റെ സന്ദേശം കേരളമൊട്ടാകെ പടർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം സ്വാഗത പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മാനവരാശിക്ക്, ഭൂലോകത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടി അവതരിച്ച ദൈവത്തിന്റെ പൊരുളാണ്. ഈ പൊരുളിനോട് ഒട്ടിനിന്നുകൊണ്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഭൂലോകത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാകുമെന്ന കാര്യം ഇന്ന് പുതിയ പുതിയ പഠനങ്ങളിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനവരാശിയുടെ മുഴുവൻ വിമോചനത്തിനായി വലിയ ഒരു പ്രവാചക പരമ്പരയുടെ ഭാഗമായിട്ട് അവസാനത്തെ പ്രവാചകനിലൂടെ വന്നതാണ്. പ്രവാചകന്റെ മുമ്പ് തന്നെ വ്യത്യസ്തരായിട്ടുള്ള പ്രവാചകനിലൂടെ പ്രബോധനം ചെയ്യപ്പെട്ടതാണ് ഇസ്ലാം എന്നത്. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഒരൊറ്റ മതമേ ഉള്ളൂ. ആ ഒരൊറ്റ മതം വ്യത്യസ്ത പ്രവാചകരിലൂടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പണ്ട് എഴുത്തും വായനയും ഒന്നും വരുന്നതിന് മുമ്പുള്ള ആ സന്ദേശത്തിൽ കലർപ്പ് വന്നതുകൊണ്ടാണ് അവസാന പ്രവാചകനിൽ കൂടെ വിശുദ്ധ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിൽ കൂടെ ഈ പ്രബോധനങ്ങളെല്ലാം വന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. ഇന്ന് ലോകം വളരെ കിരാതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നന്മയുടെ കണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് മനുഷ്യരെ പിശാചുക്കളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയുടെ കീഴിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ ഭരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കിരാതമായ ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക നിലപാടുകൾക്കനുസരിച്ച്, യുദ്ധനിലപാടുകൾക്കനുസരിച്ച് ലോകം തുള്ളണം എന്നൊരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഭാരതത്തിനു കൂടി ആണവക്കരാർ എന്ന പേരിൽ ഒരു അടിമത്ത വ്യവസ്ഥിതിക്ക് ഒപ്പുവെച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. വെറും പദാർത്ഥവാദപരമായിട്ടുള്ളൊരു ലോകത്തിൽ കൂടെ ആത്മീയതയ്ക്കും ആധ്യാത്മികതയ്ക്കും മൂല്യങ്ങൾക്കും യാതൊരു പ്രാധാന്യവുമില്ലാത്ത ആർത്തിയുടെയും ഭോഗത്തിന്റെയും കാമകേളികളുടേതുമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക്, വെറും ഭൗതികമായ ഒരു ലോകത്ത് മാത്രമാണ് സത്യം എന്ന ഒരു മിഥ്യയിലേക്കാണ് ഇന്നത്തെ സംസ്കാരം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ദൈവസമർപ്പണത്തിനും നന്മയോടുള്ള സമർപ്പണം, ഇനിയും ചില കഥകൾ കൂടി എനിക്ക് പറയാനുള്ള പ്രചോദനം. ഈ സമയത്ത് വലിയ പ്രശസ്തമായിട്ടുള്ള പ്രഭാഷണം ഇവിടെ നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സമയം ഞാൻ അപഹരിച്ചെടുക്കുന്നില്ല. നമ്മുടെ ആദർശാത്മകത, മൂല്യബോധം, ഇതെല്ലാമാണ് നാം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ നോൽമ്പ് നോൽക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒപ്പം തന്നെ നമ്മുടെ മൂല്യബോധത്തിനും ആദർശാത്മകതയ്ക്കും ദൈവത്തിനോടുള്ള സമർപ്പണത്തിനും മാനവരാശിയോടുള്ള സ്നേഹത്തിനും പ്രാധാന്യം കൊടുക്കണം. അത് പ്രാധാന്യം കൊടുക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ആശംസാ വാചകങ്ങൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.